നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടാവും. അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി വിട്ടോ. അസ്സലാമു അലൈക്കും, നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്ന് ഏഴുമങ്ങാട് എന്ന സ്ഥലത്ത്, പട്ടാമ്പി ഷൊർണൂരിലേക്ക് പോരുമ്പോൾ ഏഴുമങ്ങാട് എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഏഴുമങ്ങാട് നിന്ന് ആകെ 1/2 കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം. 4.4 സെന്റ് സ്ഥലം, റിക്കാർഡിൽ കരഭൂമിയാണ്. നല്ലൊരു വീട്. നമ്മൾക്ക് ജലനിധി വെള്ളമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. 2 കണക്ഷനും വെള്ളം ഉണ്ട് ഇതിൽ. പിന്നെ വീട്ടിലേക്ക് കുറഞ്ഞൊരു 10 മീറ്റർ മാത്രം ഒരു 3 അടി വഴി. അതിന് ബാക്കിയുള്ള നമുക്ക് ചെറിയൊരു വണ്ടി വാഹനങ്ങളൊക്കെ അവിടുന്ന് വരാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് നല്ല സൗകര്യത്തിൽ ഇറങ്ങിയ നല്ലൊരു വീട്. വെള്ളം കയറുന്ന സ്ഥലമല്ല. പിന്നെ അമ്പലം, പള്ളി, ചർച്ച് എല്ലാം തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട അനുയോജ്യമായ നല്ലൊരു വീട് തന്നെ പറയാം. അടിഭാഗം കാവ്യാണെങ്കിലും താമസിക്കാൻ നല്ല വൃത്തിയാക്കി പെയിൻ്റൊക്കെ പഠിച്ച് കൂടുതൽ കുറച്ച് പഴക്കമുണ്ടെങ്കിലും വീട് ഉള്ളത് കുറ്റിയുറപ്പാണ്. ഞാൻ നേരെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. ആളുകൾക്ക് വന്ന് ഇരിക്കാൻ 2-3 കസാരൊക്കെ ഇട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതേമാതിരി ഡോറ് ഫുള്ള് മരത്തിലൂടെയാണ് ഇതിൻ്റെത്. പിന്നെ കട്ടില, കട്ടില ഫുള്ള് സിമെൻറ്റിലാണ്. പിന്നെ ഇതിനും കട്ടില സിമെൻറ്റാണ്, തടിയാണ്. പിന്നെ ഡോറും അതേ നല്ല അടിപൊളി കാതിലുള്ള ഡോറാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഹാളിലേക്ക് കയറി വിശാലമായ ഹാള്, നമുക്ക് ഡൈനിങ് ഹാള്, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഉള്ളിൻ്റെ വിശാലത കാണുന്നത്. അതും 4.4 സെന്റ് സ്ഥലമാണെങ്കിലും നമുക്ക് എല്ലാം കൊണ്ടും ഒരു ഉപകാരമുള്ള നല്ലൊരു ഏരിയയും കൂടിയാണ് നിങ്ങളോട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അത് ഞാൻ ഫസ്റ്റത്തെ റൂമിലേക്ക് കയറി. റൂം കണ്ടില്ലെങ്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും, ഒരു ഒതുങ്ങിയ റൂം, അത്യാവശ്യം വലുപ്പമുണ്ട്. എല്ലാ ഭാഗത്തും കാവിയാണ്, കോൺക്രീറ്റിൽ ഇട്ട് കാവി ഇത് ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ അങ്ങനെ ഫസ്റ്റ് റൂം കണ്ട് രണ്ടാമത്തെ റൂം ഫസ്റ്റ് റൂം കണ്ടതിനെക്കാട്ടിലും ഒന്നുകൂടി വലുപ്പമുണ്ട്. ഇതിൽ ഹൈലൈറ്റ്, ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇതിനുള്ളിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂമൊക്കെ നല്ല മുകൾ ഭാഗം വരെ ടൈലിട്ട് നല്ല വൃത്തിയായില്ല ഏതാണ്ട് സാധാ ക്ലോസറ്റാണ് അതിൽ വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എടുക്കുന്ന വ്യക്തികൾക്ക് മാറ്റം വരുത്തി നല്ല മോഡൽ കൊടുക്കണേ, നമുക്ക് സാധാ യൂറോപ്യൻ മറ്റേ ക്ലോസറ്റ് കൊടുക്കണേ, നമുക്ക് ക്ലോസറ്റ് കൊടുക്കാം. അങ്ങനെ 2 റൂം കണ്ട് 2 റൂമിൽ നിന്ന് അടുക്കളയിലേക്കാണ് പോകുന്നത്. അടുക്കളയിലേക്ക് വന്നപ്പോൾ നമുക്ക് പാചകം ചെയ്യാനും സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യാൻ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് അടുക്കള ഭാഗം വന്നിട്ടുള്ളത്. ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. പിന്നെ അതേമാതിരി കേട്ടോ, പിന്നെ ചിമ്മിനി ആയാലും കുറേ നമുക്ക് വീടിൻ്റെ ആലുവ അടുപ്പാണ്. സൈഡ് ഭാഗത്ത് ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതാക്കി ഇടാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പേസും കാര്യങ്ങളുണ്ട്. ഇടത് ഭാഗത്ത് നിന്ന് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള നമുക്ക് സ്റ്റെയർ കോണി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അലക്കണമെങ്കിൽ പിന്നെ എന്തെങ്കിലും സീസൺ ഇത് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, കോപ്ര, അതേമാതിരി നമുക്ക് മുളക് ഒക്കെ നമുക്ക് ഉണക്കാടണമെങ്കിൽ മുകളിലേക്ക് കൊണ്ടുപോയിടാം. പിന്നെ അതിന് ഒരു തേങ്ങക്ക് നമുക്ക് പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇതിന്മേൽ തന്നെ ഇവരിപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് ഇതിന്മേൽ തേങ്ങ ഇതാക്കിയിട്ടുണ്ട്. അത്യാവശ്യം തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. നല്ല നനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാവുണ്ട്, പ്ലാവുണ്ട് ഇവിടെ. പിന്നെ അതേമാതിരി അത്യാവശ്യം ഒരു വരുമാനം കാര്യങ്ങളൊക്കെ ഇതിൽ ചെറിയ ഒരു കൃഷിയൊക്കെ ആയിട്ടും ഇതിലുണ്ട്. ബാക്ക് ഭാഗത്തേക്ക് സ്പേസ് കൂടുതലാണ്. വീട് ഫ്രണ്ട് ഭാഗത്തേക്കാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഏകദേശം നല്ലൊരു വീടാണ്. വീടിൻ്റെ ഇടത് ഭാഗത്തേക്കാണ് ഇതിൻ്റെ പടിഞ്ഞാറ് വരുന്നത്. അടുക്കള സ്ഥാനം എല്ലാം പക്ക ക്ലിയർ ആണ്. ഈ വീട് ജലനിധി വെള്ളം എല്ലാം ഉപയോഗം, എപ്പോഴും ഏത് സമയത്തും വെള്ളം ഉണ്ടാവും. ആൾതാമസമുള്ള ഒരു ഏരിയയും കൂടിയാണ്. അതും നമ്മളെ സ്കൂളൊക്കെ തൊട്ടടുത്ത്, ആകെ 1/2 കിലോമീറ്റർ കൂടി ഇല്ല സ്കൂളിലേക്ക്. പിന്നെ ഓഡിറ്റോറിയം തൊട്ടടുത്ത്, അതും 1/2 കിലോമീറ്റർ. എല്ലാം കൊണ്ടും സൗകര്യമുള്ള നല്ലൊരു വീട്. നമുക്കിനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഴയ സാധനങ്ങളോ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ മുകളിലേക്ക് ഇടാൻ നല്ല മുകൾ ഭാഗത്ത് നല്ല ഉഷാറാണ്. മുകൾ ഭാഗത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ഇടാൻ നല്ലൊരു ഏരിയ ആണ്. വെള്ളം കയറുന്നതിലല്ല, കരമല്ല, അതേമാതിരി ഫോറസ്റ്റ് ഏരിയ അല്ല. അതൊക്കെ നിങ്ങളോട് നമ്മൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അത് 10 മീറ്റർ മാത്രമുള്ളൂ 3 അടിൻ്റേത്. നല്ല സൗകര്യമുള്ള ഈ വീടിന് നമ്മൾ ആകെ ചോദിക്കുന്നത് എത്ര ഉള്ളൊരു 8 ലക്ഷം രൂപയാണ്. പിന്നെ ചെറുതായിട്ട് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീട് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വലിയ പൊക്കമുള്ള സ്ഥലത്തല്ല, അതേമാതിരി ഫോറസ്റ്റ് ഏരിയ അല്ല. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കാൻ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതും വെള്ളം വണ്ടി അടുത്ത് വരുന്നുണ്ട്. 10 മീറ്റർ കേട്ടോ, 4-5 കാല്
ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 10 മീറ്റർ നിങ്ങൾക്ക് പറയാമല്ലോ, അത്രേ ഉള്ളൂ 3 അടി വഴി. അതുവരെ നമുക്ക് വണ്ടി വാഹനങ്ങൾ വീട്ടിലേക്ക് വരും. ചില ആളുകൾ കാലങ്ങളോളം വാടകയ്ക്ക് നിന്നിട്ട് ഒരു വീട് കിട്ടുന്നെങ്കിൽ ആഗ്രഹിക്കുന്നു. എത്ര വ്യക്തികൾ നമ്മൾ ഈ PTS ഗ്രൂപ്പ് കാണുന്നുണ്ടാവും അല്ലേ? നല്ല അയൽവാസികൾ, നല്ല അടിപൊളി സ്ഥലം, അത് നല്ല ഏരിയ ആണ്. അപ്പൊ നിങ്ങൾക്ക് അടിയിൽ 2 നമ്പർ എഴുതി കാണിക്കണ്ടാവും. ആ നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്വന്താക്കാം. ഫസ്റ്റ് വിളിക്കുന്നവർക്ക് സ്വന്താക്കാം. നല്ലൊരു ഓഫറാണ്, കളയണ്ട. വന്നോളൂ, എടുത്തോളൂ, സ്വന്തമാക്കിക്കോളൂ.